ശ്രീല പ്രഭുപാദിന്റെ ശിഷ്യനായിട്ടുള്ള സിദ്ധാന്ത പ്രഭുവിന്റെ പുസ്തകത്തിൽ നിന്ന് വായിച്ചാണ്. അപ്പം അതിനകത്ത് ശ്രീല പ്രഭുപാദും മുതിർന്ന ശിഷ്യന്മാരും തമ്മിലുള്ള ആ ബന്ധത്തിൽ അവർക്കുണ്ടാകുന്ന സാക്ഷാത്കാരങ്ങളാണ് അവർ പറയുന്നത്. അത് തമാൽ കൃഷ്ണ ഗോസ്വാമി മഹാരാജ് പറഞ്ഞൊരു കാര്യമാണ്. അദ്ദേഹം ബോംബെ ടെമ്പിള് ഒരു പ്രശ്നം ഉണ്ടായല്ലോ. അപ്പൊ ആ ബോംബെ ടെമ്പിളിന്റെ ആ കാര്യങ്ങളെ കുറിച്ച് അദ്ദേഹം ഒരു സംക്ഷിപ്തമായിട്ട് പറയുന്നുണ്ട്. അപ്പം പ്രഭുപാദ് ബോംബെയിൽ ഒരു സ്ഥലം കണ്ടെത്താനായിട്ട് പറഞ്ഞു. അങ്ങനെ ഒരു ശിഷ്യൻ, പേര് ഞാൻ മറന്നു, ഒരു ശിഷ്യനാണ് മിസ്റ്റർ നായറിനെ കണ്ടുമുട്ടുന്നത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എനിക്ക് സ്ഥലമുണ്ട്, ഞാൻ നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞ് അവരൊരു സംസാരിച്ചിട്ടൊരു സെയിൽ എഗ്രിമെന്റ് ചെയ്തു. പക്ഷെ സെയിൽ എഗ്രിമെന്റ് ചെയ്ത് കുറെ നാൾ കഴിഞ്ഞിട്ടും അതിന്റെ ഡീഡ് കൺവെയൻസോ ഒന്നും അദ്ദേഹം ചെയ്തില്ല. അദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ കൊടുക്കണം എന്ന് ആഗ്രഹമില്ലായിരുന്നു ഇവർക്ക്. അപ്പം എങ്ങനെയും ഇവരെ ഒഴിവാക്കണം എന്നായിരുന്നു. അങ്ങനെ കൺവെയൻസും കൊടുത്തില്ല, അതൊരു ഫുൾഫില്ലും ചെയ്തില്ല ആ ഡീഡ്. അവസാനം പ്രഭുപാദ് പറഞ്ഞു, കുറെ പ്രഭുപാദ് വെയിറ്റ് ചെയ്തു. എന്നിട്ട് വിഗ്രഹത്തിനെ ആ ലാൻഡിൽ കൊണ്ടുവയ്ക്കാനായിട്ട് പറഞ്ഞു, ആരാധിക്കാൻ പറഞ്ഞു. അങ്ങനെ രാധാ രാസവിഹാരിയോട് അവിടെ നിൽക്കാനായിട്ട് പ്രഭുപാദ് പറഞ്ഞു. എന്നിട്ട് പ്രഭുപാദ് ഒരു പേഴ്സണലി ഡേറ്റിക്ക് ഒരു ഇത് കൊടുത്തു, അങ്ങ് ദയവായിട്ട് ഇവിടെ നിൽക്കുക, ഞാൻ അങ്ങക്ക് എല്ലാവിധ ഫെസിലിറ്റീസും ഉടനടി ഉണ്ടാക്കാം എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഒരു ടെന്റിലായിരുന്നു രാധാ രാസവിഹാരി ആദ്യം ഉണ്ടായിരുന്നത്. അപ്പൊ പ്രഭുപാദ് എവിടെ പോകുമ്പോഴും പ്രഭുപാദിന്റെ ചിന്ത ഈ ബോംബെ പ്രോഗ്രാമിനെ കുറിച്ചായിരുന്നു. അങ്ങനെ ഒരു വട്ടം ഹൈദരാബാദിൽ വന്നപ്പോഴത്തേന് ഈ മിസ്റ്റർ നായർ അടുത്തുണ്ടെന്ന് അറിഞ്ഞപ്പോഴത്തേന് പ്രഭുപാദ് അദ്ദേഹത്തിനെ വിളിച്ചു. പ്രീതിലാൽ പിറ്റി എന്ന് പറഞ്ഞൊരാളുടെ വീട്ടിലായിരുന്നു പ്രഭുപാദ് അന്ന് ഉണ്ടായിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിനെ മിസ്റ്റർ നായറിനെ അങ്ങോട്ട് വിളിച്ചു. അപ്പോൾ മിസ്റ്റർ നായറിന് ഒരു ഇതുണ്ടായിരുന്നു, ഇദ്ദേഹം ഒരു സ്വാമിയൊക്കെ ആണല്ലോ, എന്തെങ്കിലും ഇങ്ങനെ എന്റെ മനസ്സിനെ മാറ്റിക്കളയുമോ എന്നുള്ളൊരു പേടിയുള്ളത് കൊണ്ട് അദ്ദേഹം തന്റെ ഒരു ഗുരുവിനെയും കൂടെ കൂട്ടിയാണ് പ്രഭുപാദിനെ കാണാനായിട്ട് വന്നത്. അദ്ദേഹം ഒരു യഥാർത്ഥ ഗുരു ഒന്നുമല്ല, ഒരു ബോഗസ് ആയിട്ടുള്ളൊരു ഗുരു. അപ്പം അവര് സംസാരിച്ച് വൈകുന്നേരം വന്ന് സംസാരിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പ്രഭുപാദ് ഇങ്ങനെ കോട്ടുമായിട്ട്, അപ്പം അദ്ദേഹം ഗുരുവും മിസ്റ്റർ നായരും പറഞ്ഞു, എനിക്കൊന്ന് സ്വാമിക്ക് ഒരുപാട് ടയേർഡായി, സ്വാമി വേണമെങ്കിൽ കിടന്നോളൂ എന്ന് പറഞ്ഞു. അപ്പം ശരിയാ, ഞാൻ ടയേർഡാണെന്ന് പറഞ്ഞിട്ട് സാധാരണ പ്രഭുപാദ് ഡിന്നർ കഴിഞ്ഞാൽ ഉടനെ കിടക്കും. അപ്പൊ ഇവർ രണ്ടുപേരും പോയി കിടന്നുറങ്ങി. മിസ്റ്റർ നായരും ഗുരുവും ഉറങ്ങിയപ്പോഴത്തേനും പക്ഷെ പ്രഭുപാദ് ഉറങ്ങിയില്ല. പ്രഭുപാദ് ഉറങ്ങാതെ തമാൽ കൃഷ്ണ മഹാരാജിനെ വിളിച്ചിട്ട് പറഞ്ഞു, പോയിട്ട് ആ മിസ്റ്റർ നായറിനെ മാത്രം ഇങ്ങ് വിളിച്ചിട്ട് വരാൻ പറഞ്ഞു, ഗുരുവിനെ ഉണർത്താതെ നായർ. അപ്പം ചെന്നിട്ട് ഇദ്ദേഹത്തിനെ വിളിച്ചു. അപ്പൊ ഇങ്ങനെ പറഞ്ഞു, ഗുരുവിനെ ഉണർത്തരുതെന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം ഒരു കുട്ടിയെ പോലെ അത് കേട്ടിട്ട് തമാൽ കൃഷ്ണ മഹാരാജന്റെ കൂടെ വന്ന് പ്രഭുപാദിന്റെ അടുത്ത് വന്നിരുന്നു. പ്രഭുപാദ് ആ രാത്രി അദ്ദേഹത്തിന് ഫിലോസഫി, തത്വങ്ങളാണ് പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നത്, എന്താണ് ഈശ്വരനെ കുറിച്ചും. അപ്പൊ ഇതിങ്ങനെ കേട്ട് കുറെ നേരം ഇരുന്നിട്ട് നമുക്കിത് ഇത് ഭഗവാന് വേണ്ടി നീ ചെയ്യുന്ന സേവനമാണെന്ന് പറഞ്ഞപ്പം അപ്പം മറ്റേ തമാൽ കൃഷ്ണ മഹാരാജനെ കൊണ്ട് അവിടെ ഒരു ഓൾഡ് ടൈപ്പ് റൈറ്റർ ഉണ്ടായിരുന്നു, അത് വെച്ച് തന്നെ ഒരു ഡീഡ് ഇതാക്കി, കൺവെയൻസും ഇതെല്ലാം ആക്കിയിട്ട് അദ്ദേഹത്തിന് കൊടുത്തു. അപ്പൊ അദ്ദേഹം ഒന്നും പറയാതെ അദ്ദേഹം സൈൻ ചെയ്തു. അത് കഴിഞ്ഞ അപ്പൊ ഗുരു വന്ന് നോക്കിയ അദ്ദേഹത്തിന്റെ ഗുരു എണ്ണിച്ചു വന്നപ്പോഴത്തേനും ഇതെല്ലാം സൈൻ ചെയ്ത് കഴിഞ്ഞു. പിന്നെ അത് ഇങ്ങനെ തലയിൽ ഇങ്ങനെ കുറെ അടിച്ചു ഈ മിസ്റ്റർ നായർ, ഞാൻ ഈ അബദ്ധം ചെയ്തല്ലോ എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷെ പ്രഭുപാദ് പറഞ്ഞു, ചെയ്തത് ചെയ്തു എന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ പോയി. പക്ഷെ അത് പിന്നെ പ്രഭുപാദ് കുറച്ച് ആശ്വാസമായിട്ട് പ്രഭുപാദ് വേൾഡ് ടൂറിന് പോയി. ആ സമയത്ത് ഈ ഇസ്കോണിന്റെ ലോയേഴ്സും മറ്റേ ഈ മിസ്റ്റർ നായറിന്റെ ലോയേഴ്സും കൂടെ എന്തോ ഒരു അവിശുദ്ധമായിട്ടുള്ളൊരു കൂട്ടുകെട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ അവര് ഇസ്കോണിന്റെ ലോയേഴ്സ് ഇവരെ കൊണ്ട് അന്ന് തമാൽ കൃഷ്ണ മഹാരാജും ശ്യാം സുന്ദർ പ്രഭു ആയിരുന്നു ഇതിന്റെ പുറകെ നടക്കുന്നത്. അപ്പൊ അവരെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്ത്, വാസയോഗ്യമല്ല സ്ഥലമല്ല, ഒരുപാട് പാമ്പുകളും എലികളും ഒക്കെ ഉണ്ട്, സിറ്റിയിൽ നിന്ന് ഒരുപാട് ദൂരെയാണ്, ഇത് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ലാൻഡാണ് എന്നൊക്കെ പറഞ്ഞ് ഈ ഇസ്കോണിന്റെ ലോയേഴ്സ് മറ്റേ മിസ്റ്റർ നായന്റെ ലോയേഴ്സുമായിട്ട് എന്തോ കണക്ഷൻ വെച്ചിട്ട് ഇവരെ ഇങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് ഇവരെ പ്രഭുപാദിനോട് ചോദിക്കാതെ തന്നെ അവര് പ്രഭുപാദ് ചെയ്ത സെയിൽ ഡീഡ് അവര് ക്യാൻസൽ ചെയ്തു. അപ്പൊ ക്യാൻസൽ ചെയ്ത് അപ്പൊ അവര് അതുവരെ അത്രയും മായയിലായതുകൊണ്ട്
തമാൽ കൃഷ്ണ മഹാരാജ് പ്രഭുപാദിനെ വിളിച്ചു പറഞ്ഞു. പ്രഭുപാദ് എന്തോ ഗ്രേറ്റ് കാര്യം ചെയ്തതുപോലെ പ്രഭുപാദിനെ വിളിച്ചു പറഞ്ഞു, പ്രഭുപാദ് അങ്ങേക്കറി എന്തായിന്ന് പ്രഭുപാദ് ആദ്യം ഇങ്ങോട്ട് ചോദിച്ചു. ലാൻഡിന്റെ കാര്യങ്ങളൊക്കെ എന്തായിന്ന് ചോദിക്കുന്നതിന് മുമ്പ് പ്രഭുപാദ് നല്ലൊരു കാര്യം നടന്നു. ശിഷ്യന്മാർ വിചാരിച്ചു ഈ ലാൻഡ് ഒരു പ്രഭുപാദിന് തലവേദനയാണ്, എങ്ങനെയും ഒഴിവാക്കണം എന്നുള്ള അതാണ് അവരത് ക്യാൻസൽ ചെയ്തത്. അങ്ങനെ ക്യാൻസൽ ചെയ്തപ്പം പ്രഭുപാദ് ഞങ്ങൾ ക്യാൻസൽ ചെയ്തെന്ന് പറഞ്ഞാൽ പ്രഭുപാദ് ഒന്നും മിണ്ടിയില്ല. ഫോൺ ക്ലിങ് എന്നൊരു സൗണ്ട്, ഫോൺ അങ്ങ് വയ്ക്കുക ചെയ്തു. പ്രഭുപാദ് നല്ല ദേഷ്യമായി. പിന്നെ പ്രഭുപാദ് ഇവിടെ തമാൽ കൃഷ്ണ മഹാരാജ് പറയുന്നത് അടുത്ത 2.5 മാസം പ്രഭുപാദ് ഉണ്ടായിരുന്നു. അപ്പൊ ഏതെങ്കിലും ഗസ്റ്റ് വരുമ്പം പ്രഭുപാദ് ഇവരെ രണ്ടുപേരും വിളിച്ചിട്ട് അവരുടെ മുമ്പിൽ നിർത്തിയിട്ട് പറയും, ഈ ഫൂളിഷ് ബോയ് ആണ് ഇത് ക്യാൻസൽ ചെയ്തെന്ന് ഇങ്ങനെ എല്ലാവരുടെ മുമ്പിൽ വെച്ച് അവരെ ഇങ്ങനെ ഇതാക്കും. എന്നിട്ട് അവരോട് തന്നെ ഇത് റെക്ടിഫൈ ചെയ്യാൻ പറഞ്ഞു. പിന്നെ 1.5 വർഷം അവര് അവിടെ ഈ ഓരോ ഗവൺമെന്റ് ഓഫീസിൽ കയറി അവസാനം ആ ലാൻഡ് ലീഡ് ക്യാൻസൽ ചെയ്തത് അവർ മാറ്റാനായിട്ടാണ് അവർ പറഞ്ഞത്. അപ്പൊ തമാൽ കൃഷ്ണ മഹാരാജ് ഇത്രയും ഇത് പറഞ്ഞിട്ട് മഹാരാജ് പറയുന്നത് ഏറ്റവും വലിയ മണ്ടത്തരമാണ് ശിഷ്യൻ കാണിച്ചത്. എങ്കിലും പ്രഭുപാദ് അദ്ദേഹത്തിനെ ഉപേക്ഷിച്ചില്ല എന്നുള്ളത് അവിടെ മഹാരാജ് പറയുന്നുണ്ട്. ഇത്രയും മണ്ടത്തരം കാണിച്ചിട്ടും അവരിലൊരു വിശ്വാസം ഉണ്ടായിരുന്നു, അവർക്കത് റെക്ടിഫൈ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. എന്നിട്ട് പ്രഭുപാദ് ഒരിക്കൽ പറഞ്ഞു എന്ന് തമാൽ കൃഷ്ണ മഹാരാജ് പറയുന്നു, നമ്മൾ ഒരു വട്ടമെങ്കിലും ഹരേ കൃഷ്ണ മഹാമന്ത്രം ആത്മാർത്ഥമായിട്ട് ജപിച്ചിട്ടുണ്ടെങ്കിൽ കൃഷ്ണൻ ആ വ്യക്തിയെ ഒരിക്കലും കൈവിടത്തില്ല എന്നുള്ള കാര്യം അവിടെ തമാൽ കൃഷ്ണ മഹാരാജിനോട് പ്രഭുപാദ് പറഞ്ഞു. എന്നിട്ട് മഹാരാജ് പറയുന്ന പ്രഭുപാദും അതുപോലെയാണ്. ഒരു ആത്മാർത്ഥമായിട്ട് ഒരു വട്ടമെങ്കിലും നമ്മൾ എന്തെങ്കിലും സേവനമോ അല്ലെങ്കിൽ നാമവും ജപിച്ചിട്ടുണ്ടെങ്കിൽ പ്രഭുപാദ് തന്റെ ഒരു ഫോളോവറായിട്ട്, എന്നെന്നും ഉള്ള ഒരു ഫോളോവറായിട്ട് അദ്ദേഹത്തിനെ കരുതും. എത്ര താഴേക്ക് വീണാലും അദ്ദേഹത്തിനെ കൈവിടത്തില്ല എന്നുള്ളത് അവിടെ വെച്ച് തനിക്ക് മനസ്സിലായി എന്ന് തമാൽ കൃഷ്ണ മഹാരാജ് പറഞ്ഞു.